നല്ല ചിന്തകൾ. ഒരു തോട്ടുടമ മക്കളെപ്പോലെയാണ് തൻ്റെ തോട്ടത്തിലെ ചെടികളെ ശുശ്രൂഷിച്ചിരുന്നത്. ഒരു ദിവസം അദ്ദേഹം തോട്ടത്തിലൂടെ ഉലാത്തുകയായിരുന്നു. അപ്പോഴാണ് തൻ്റെ തോട്ടത്തിലെ പല ചെടികൾക്കും വാട്ടം അദ്ദേഹം ശ്രദ്ധിച്ചത്. ഇത്രയൊക്കെ ശുശ്രൂഷിച്ചിട്ടും എന്താണ് കാരണമെന്നറിയാതെ അദ്ദേഹം വിഷണ്ണനായി. അദ്ദേഹം തൻ്റെ ചെടികൾ ഓരോരുത്തരോടായി കാരണം അന്വേഷിച്ചു. ഓക്കുമരത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞു തനിക്ക് വാഹമരത്തിൻ്റെ അത്ര ഇലച്ചാർത്തില്ല എന്ന്. വാഹമരം പറഞ്ഞു തനിക്ക് പൈൻ മരത്തിൻ്റെ അത്ര ആഹാര ഭംഗിയില്ല എന്ന്. പൈൻ മരം പറഞ്ഞു തനിക്ക് റോസാ ചെടിയിലെ പൂവിൻ്റെ മനോഹരത ഇല്ല എന്ന്. അവസാനം തോട്ടുടമ എത്തിയത് മുല്ലച്ചെടിയുടെ അടുത്താണ്. മുല്ലച്ചെടി നല്ല സന്തോഷവതിയായി പൂക്കൾ നിറഞ്ഞ് സൗരഭ്യം പരത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ ഉടമയ്ക്ക് സന്തോഷമായി. കാരണം തിരക്കിയപ്പോൾ മുല്ലച്ചെടി പറഞ്ഞു, അങ്ങനെ നട്ടപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഞാനൊരു മുല്ലയാണെന്ന്. അതുകൊണ്ട് തന്നെ നല്ല മുല്ലയായി തന്നെ വളരാനാണ് ഞാൻ ശ്രമിച്ചതും. എനിക്ക് അതുകൊണ്ട് പരിഭവങ്ങളൊന്നുമില്ല. ആരും പൂർണ്ണരല്ല. പക്ഷേ ഓരോരുത്തർക്കും അവരവരുടേതായ സവിശേഷതകളുണ്ട്. താനായി ജീവിക്കാൻ പുലർത്തേണ്ട ചില മര്യാദകളുണ്ട്. സ്വന്തം കഴിവുകേടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണ നമുക്കുണ്ടാകണം. എന്തൊക്കെയാകാൻ കഴിയും എന്നറിയുന്നത് പോലെ എന്താകാൻ കഴിയില്ല എന്നതും തിരിച്ചറിയണം. ലഭിക്കാതെ പോയ സവിശേഷതകളെക്കുറിച്ചല്ല, ഉണ്ടായിട്ടും ഉപയോഗിക്കാതെ പോയ സ്വന്തം കഴിവിനെക്കുറിച്ചാണ് കുറ്റബോധം തോന്നേണ്ടത്. മറ്റുള്ളവരെ നോക്കി അസൂയപ്പെടുന്നതിൽ യാതൊരർത്ഥവുമില്ല. സ്വയം തിരിച്ചറിയുന്നവർക്ക് ചില പ്രത്യേകതകളുണ്ട്. തൻ്റെ കരുത്ത് തെളിയിക്കാൻ കഴിയുന്ന ഇടങ്ങളിലെ അവർ ഇടപെടുകയുള്ളൂ. മികവില്ലാത്ത മേഖലകളെക്കുറിച്ച് അവർക്ക് ഒരു പരാതിയും ഉണ്ടാവുകയില്ല. അനാരോഗ്യകരമായ മത്സരത്തിന് അവരെ കിട്ടുകയുമില്ല. സ്വന്തമായ ജീവിതം ഉണ്ടാകണമെങ്കിൽ സ്വയം ആരെന്ന് നാം തിരിച്ചറിഞ്ഞേ മതിയാകൂ. അല്ലെങ്കിൽ അക്കരെ പച്ച നോക്കിയിരുന്ന് നഷ്ടപ്പെടുന്നത് സ്വന്തം ജീവിതമായിരിക്കും. നല്ല ചിന്ത. നമ്പർ 2. രാജ്യാതിർത്തിയിലെ വനത്തിനുള്ളിലുള്ള കൊട്ടാരത്തിൽ നായാട്ടിന് ശേഷമുള്ള വിശ്രമത്തിന് മാത്രമായാണ് രാജാവും പരിവാരങ്ങളും സാധാരണ എത്താറുള്ളത്. അന്ന് രാജാവ് എത്തുമെന്നറിഞ്ഞ് കാവൽക്കാരൻ എല്ലാ ക്രമീകരണങ്ങളും നടത്തി. അപ്പോഴാണ് ദേഹമാസകലം മുറിവേറ്റ ഒരാൾ കൊട്ടാരമുറ്റത്തേക്ക് ഓടി വരുന്നത് കണ്ടത്. രാജാവിനായി ഒരുക്കിയ കിടക്കയിൽ കിടത്തി അദ്ദേഹത്തെ ശുശ്രൂഷിച്ചു. രാജാവിന് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണത്തിൽ നിന്ന് കുറച്ചു നൽകി. ഇതെല്ലാം കണ്ട് കയറി വന്ന സൈന്യാധിപൻ കാവൽക്കാരനോട് ദേഷ്യപ്പെട്ടു. രാജാവിന് വേണ്ടി ഒരുക്കിയ സൗകര്യങ്ങൾ എന്ത് ധൈര്യത്തിലാണ് മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിച്ചത്? അകത്ത് കിടന്നയാൾ ബഹളം കേട്ട് എഴുന്നേറ്റ് വന്നു. രാജാവ് തന്നെയായിരുന്നു അത്. താൻ ആരാണെന്ന് മനസ്സിലാകാതിരുന്നിട്ടും തന്നെ ശുശ്രൂഷിച്ച കാവൽക്കാരന് രാജാവ് സ്ഥാനക്കയറ്റം നൽകി. പെരുമാറ്റ മര്യാദകൾ ആന്തരികമായി കാത്തു സൂക്ഷിക്കുന്നവരും ബാഹ്യമായി നിലനിർത്തുന്നവരുമുണ്ട്. മുന്നിൽ വരുന്ന ആളുകളുടെ സ്ഥാനവും നിലവാരവും അവരിലൂടെയുള്ള പ്രയോജന സാധ്യതകളും അളന്ന് പെരുമാറുന്നവർക്ക് സ്വഭാവ വൈശിഷ്ട്യമോ സ്വാഭാവിക നന്മയോ ഇല്ല. മുതിർന്നവരെയും ഉയർന്നവരെയും എല്ലാവരും ബഹുമാനിക്കും. താഴ്ന്നവരെയും ഒരർഹതയില്ലാത്തവരെയും ആദരിക്കാൻ എത്ര പേർ തയ്യാറാകും? ബഹുമാനാദരങ്ങൾക്ക്
ചില സാമ്പ്രദായിക ചട്ടങ്ങൾ എങ്ങനെയോ രൂപപ്പെട്ടിട്ടുണ്ട്. ഇളയവർ മൂത്തവർക്ക് നൽകേണ്ടതാണ്. ശിഷ്യർ ഗുരുക്കന്മാർക്ക് കൊടുക്കേണ്ടതാണ്. സ്ഥാനങ്ങൾ കയറുന്നതിനനുസരിച്ച് കൂടുതൽ ലഭിക്കേണ്ടതാണ്. തുടങ്ങിയ അലിഖിത നിയമങ്ങൾ ഒട്ടേറെയുമുണ്ട്. നിയമസംഹിതകളിൽ ഉള്ളതുകൊണ്ട് മാത്രം നൽകുന്ന ഉപചാരങ്ങൾ ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ട് ഒരുതരം അവഹേളനം തന്നെയാണ്. കൂടെ നിൽക്കുന്നവരെ കണ്ടെത്താൻ 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ ഇടയ്ക്കൊന്ന് തളർന്നു വീഴുക, അല്ലെങ്കിൽ വല്ലപ്പോഴും ഒന്ന് വേഷപ്രച്ഛന്നൻ ആകുക. കരുത്തുള്ളപ്പോൾ മാത്രം കാവലാളാകുന്നവർ ആ കരുത്തിൽ നിന്ന് എന്തൊക്കെയോ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അധികാരിയുടെ അടുത്തയാളാണ് താനും എന്നുള്ളതിൽ അഹങ്കരിക്കുകയെങ്കിലും ചെയ്യുന്നുണ്ട്. വ്യക്തിയെ ബഹുമാനിക്കുന്നവരെയും സ്ഥാനത്തെ ബഹുമാനിക്കുന്നവരെയും തമ്മിൽ വേർതിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നവരെക്കാൾ വിശ്വസിക്കാവുന്നത് സ്ഥാനഭ്രഷ്ടനാകുമ്പോൾ ഒപ്പമുള്ളവരെയാണ്. പ്രതികാരം ചെയ്യുമെന്ന് പറയരുത്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. കള്ളത്തൂക്കം കർത്താവ് വെറുക്കുന്നു, കള്ളത്രാസ് നന്നല്ല. മനുഷ്യന്റെ കാൽവയ്പുകൾ കർത്താവാണ് നിയന്ത്രിക്കുന്നത്. തന്റെ വഴി തന്നെത്താൻ ഗ്രഹിക്കാൻ മർത്തിന് കഴിയുമോ? എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ.